അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ കേട്ടോ. ഞാനിന്ന് വ്യത്യസ്തമായൊരു ചായക്കടയാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു ചായക്കട പറഞ്ഞാൽ ഒന്നൊന്നര ചായക്കടയാണ്. ഇനി കൂടുതലൊന്നും പറയണില്ല, ഞാനൊരു ചായ കുടിച്ച് കാണിച്ചു തരാം. ബാക്കി വിശേഷങ്ങൾ ഇവിടെ കാണാം. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു സജാദ് ബ്ലോഗ്. ഇറ്റ്സ് മീ സജാദ്. നേരെ വീഡിയോയിലേക്ക് ബാ. അപ്പോൾ അതെ നമ്മൾ അകത്തേക്ക് കയറാൻ പോകട്ടോ. ഇതൊരു വെറൈറ്റി ചായക്കട കേട്ടോ. ഇതിലൊരുപാട് സംഭവങ്ങൾ പരിചയപ്പെടുത്തി തരാണ്ട്. അസ്സലാമു അലൈക്കും. എനിക്കൊരു ചായ വേണം. ഒക്കെ റെഡിയാണ്. എനിക്കൊരു ചോക്ലേറ്റ് മിക്സഡ് ആയിട്ടുള്ള ചായ വേണം. ഓക്കെ, ശരി ശരി. അപ്പൊ അതെ ഞാൻ ആവശ്യപ്പെട്ട ചായ എനിക്ക് കിട്ടിയിട്ട് നല്ല അടിപൊളി സംഭവമാണ്. ഒന്ന് കുടിച്ചു നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അതെ ഇവിടെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്, ചായ കുടിക്കാൻ വന്ന ആളുകളാണ്. ഞാനുണ്ട് ചായ അടിപൊളിയാണ്. പക്ഷെ ഇവർ ഇവിടുത്തെ മസാല ചായയുടെ ആരാധകരാട്ടോ, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ആ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ചായക്കടയുടെ ഓണർ കേട്ടോ. നിങ്ങളുടെ പേര് സെയ്ദ് അല്ലേ? സെയ്ദ് അലവി എന്നാണ് പേര്. ഞാനിവിടെ ഇങ്ങനെ വന്നു, നിങ്ങളുടെ ചായന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ എത്ര തരം ചായ നമ്മൾ കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ എത്ര ഐറ്റംസ് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ ഓൾറെഡി 15 ഐറ്റംസ് ചായയാണ് കൊടുക്കുന്നുണ്ട്. അതിലിപ്പോ പെട്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഫ്ലേവറാ പറയാൻ പറ്റുക? എല്ലാ വാനില ചായ, ചോക്ലേറ്റ് ചായ, ഓക്കെ, ചുക്ക് ചായ, ഇഞ്ചി ചായ, പിന്നെ ഗാർഡമൻ ഏലക്ക ചായ, ഓക്കെ, പിന്നെ പുതിന ചായ, അങ്ങനെ തുടങ്ങി 10-15ഓളം വെറൈറ്റീസ് ഉണ്ട്. കറിവേപ്പ് മസാല ചായ, കറിവേപ്പിന്റെ ഒക്കെ ചായ ഉണ്ട്, കറിവേപ്പ് ചായ ഉണ്ട്, തുളസി ചായ ഉണ്ട്. പിന്നെ ഞാൻ സംഭവം ചോദിക്കട്ടെ, ഇതിന്റെയൊക്കെ ഈ ഒരു ഫ്ലേവേഴ്സ് മിക്സിംഗ് ഒക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതോ പുറത്തുനിന്ന് വരുന്നതാണോ? ഇല്ല, ഇത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. നല്ല സാധനങ്ങൾ കൂട്ടിയിട്ട് ഓരോന്ന് ചേർത്തിട്ട് ഇളക്കി പൊടിച്ചിട്ട് ഞാൻ തന്നെയാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഈ മിക്സഡ് ലീഫ് എന്ന് പറയുന്നത് നിങ്ങളെ ഓൺ ബ്രാൻഡാണ്? ഓൺ ബ്രാൻഡ്. അപ്പോൾ സൈദിക്ക് ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ 10-15 ഐറ്റോളം ചായ അവർക്ക് ഇഷ്ടപ്പെട്ടത് ടേസ്റ്റ് ചെയ്തിട്ട് ഏത് ടേസ്റ്റാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആ സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി, ഒരു നിർബന്ധമില്ല. ഓക്കെ. ഇപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോ ഈ സൈദിഖാനോട് സംസാരിക്കുന്ന ഇടയിൽ ഇത് 3ാമത്തെ ചായ കുടിക്കണത്. ഇത് ഞാൻ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഓറഞ്ചാണ്. അത് കഴിയുമ്പോൾ മിക്കവാറും ഞാൻ 10-12 ചായ കുടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള സാധനം ഏതാണ്? ഏറ്റവും കൂടുതൽ മസാല ചായ ആണ്. എന്തൊക്കെയാണ് നിങ്ങൾ മിക്സ് ചെയ്യണമെന്നുള്ളത് പറയാൻ പറ്റുമോ? സീക്രട്ട് ആണോ അതോ? സീക്രട്ട് ഒന്നുമില്ല, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണ് ഏലക്കായ്, പിന്നെ പുതിന, പിന്നെ ചുക്ക്, കുരുമുളക്. ഏതാണ് ഇതല്ലേ സാധനം? ഇതാണ് സാധനം. ഇതാണ് കേട്ടോ മസാല ചായ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളത് സൈദിഖിനോട് പറഞ്ഞത് മസാല ചായയും പിന്നെ ഞാനിപ്പോ ദൈ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഓറഞ്ചും. പക്ഷെ ഓറഞ്ച് ഒരു രക്ഷയില്ല, ഭയങ്കര ഒരു നൈസ് സ്മെല്ലും ഭയങ്കര ടേസ്റ്റുമാണ്. ഇത് പാലിൽ മിക്സ് ചെയ്ത് കുടിച്ചൂടെ? എല്ലാ ചായയും പാലിൽ മിക്സ് ചെയ്ത് കുടിക്കാം അല്ലേ? മസാല ചായക്കുള്ള പവർ എന്താ വെച്ചാല് നമ്മള് ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു ചായയാണ്. ഒരുപാട് സ്പൈസസ് ആണ് ഇതിൽ മിക്സിംഗ് ആയിട്ട് വരുന്നത്. 50ഓളം ഐറ്റം സാധനങ്ങൾ അതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഒക്കെ നാച്ചുറൽ ആയിട്ട് നമ്മൾ കഴുകി ഉണക്കി സാധനം നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് ഉണക്കിയിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു തനിമ അതിനെന്തായാലും കിട്ടും. പിന്നെ ചെയ്തിരിക്കാൻ വേറെ സംശയം, ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ഈ ഷുഗർ ഉണ്ട്. ഷുഗർ കൊണ്ട് പിന്നെ ഇടങ്ങാറാണ് ഒരുപാട് പേരുണ്ട്. അവർക്ക് പറ്റിയ സ്റ്റീവിയ എന്നൊരു സാധനം ഉണ്ട്, അത് നിങ്ങൾ എത്തുണ്ടോ? ഉണ്ട്. അത് എവിടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ അതിന്റെ ചായ കുടിച്ചിട്ടുണ്ട്, ലീഫ് ഇട്ട് കുടിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നേ? ഇവിടെ കിലോന് നമ്മളെ കടയിൽ വന്ന് ഡയറക്റ്റ് വാങ്ങുകയാണെങ്കിൽ 500 രൂപയ്ക്ക് കൊടുക്കും. ഒരു കിലോക്ക് 500 രൂപ. അത് സ്റ്റീവിയ മിക്സ് ചെയ്ത പൗഡറും ഉണ്ട്, ചായപ്പൊടിയിൽ മിക്സ് ചെയ്ത പൗഡറും ഉണ്ട്, പിന്നെ സ്റ്റീവിയ മാത്രമുണ്ട്, മിക്സഡ് ചായ ആയിട്ടുള്ളതുണ്ട്. പിന്നെ 1250 രൂപ അതൊരു കിലോന് പിന്നെ വില ഉണ്ട്. ഈ അത് ടീ പൗഡറിൽ മിക്സ് ചെയ്ത സ്റ്റീവിയക്ക്. പക്ഷെ ഞാൻ ഇവിടെ കടയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 500 രൂപക്കാണ്. അപ്പൊ പുറത്ത് 1000 രൂപയുടെ മുകളിലുള്ള സാധനം ചെയ്തൊക്കെ കൊടുക്കുന്നത് 600 രൂപക്കാണ്. 500 രൂപക്ക് 500 രൂപക്ക് ഒരു കിലോക്ക് അല്ലെ? ഒരു കിലോ അല്ലേ? കടയിൽ വരുന്നവർക്ക് കിട്ടും. ഞാൻ വേറെ സംഭവം ചോദിക്കട്ടെ, നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോ പല ജില്ലക്കാരും ആയിരിക്കും കാണാം. അവർക്കൊക്കെ ഈ സാധനം എത്തിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? കൊറിയറിന്റെ ഫ്രാഞ്ചൈസി വരെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അത് കൊറിയർ എവിടേക്ക് വേണമെങ്കിലും വേൾഡ് വൈഡ് ആണ്. വേൾഡ് വൈഡ്, കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഇതൊക്കെ കുറച്ച് കോൺഫിഡൻസ് കൂടിയ കൂട്ടും. ഇതാട്ടോ നമ്മള് നേരത്തെ പറഞ്ഞ സ്റ്റീവിയ എന്ന് പറഞ്ഞ സാധനം, അഥവാ ഷുഗർ പേഷ്യന്റിനും എന്ത് ചെയ്യാം, ചായ കുടിക്കാം, മധുരത്തോടു കൂടി ചായ കുടിക്കാം. നോക്കി, ഈ സ്റ്റീവിയന്റെ ഒരു ചെടിയുടെ വീഡിയോ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ആ ടേസ്റ്റ്, എനിക്ക് എന്താ പറയാ, ഇതുണ്ടല്ലോ ഇരട്ടി മധുരം, അതും ഇതും ഏകദേശം ഒരേ ടേസ്റ്റ് ആയിട്ട് തോന്നി. ഇരട്ടി മധുരത്തിന്റെ മധുരം എനിക്ക് വല്ലാതെ ഇഷ്ടമല്ല. പക്ഷെ കുടുങ്ങിയ ഘട്ടത്തിൽ എല്ലാ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ മധുരമായിട്ട് ചായ കുടിക്കാന്ന് മാത്രം.
ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ സാധനം? ഓക്കെ, ഇത് 130 രാജ്യങ്ങൾ അംഗീകരിച്ചാണെന്നാണ് പറയുന്നത്. സ്റ്റീവിയ അല്ലേ? 2015 ഇന്ത്യ ഗവൺമെന്റും അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പല ഡോക്ടർമാരും ഇത് ഡയബറ്റിക്കിന്റെ ആളുകളൊക്കെ ഇത് പറയുന്നുണ്ട്, ഇത് സജസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഷുഗർ കൂടുന്നില്ല, പക്ഷെ ഒരു നോർമൽ കൺട്രോളിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അഥവാ ഷുഗർ നിലവിൽ പ്രമേഹമുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് ദോഷമില്ല. ചായ കുടിക്കുമ്പോൾ മധുരം ആ ടേസ്റ്റോട് കൂടി കുടിക്കാൻ. ഇതിൽ തന്നെ പല സൈസ് ചായ ഉണ്ട്, മിക്സിംഗ് ആയിട്ടുള്ള, അതായത് ടീ ബാഗ് ഉണ്ട്, ഇതിന്റെ ഇതായത് ഏലക്കായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിനെ ചേഞ്ച് ചെയ്യുന്ന ഏലക്കായിന്റെ ടേസ്റ്റ്ക്ക്, വാലിന്റെ ടേസ്റ്റ്ക്ക്, പുതിനയുടെ ടേസ്റ്റ്ക്ക് അഡീഷണൽ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് മാറ്റി ചേഞ്ച് ചെയ്യാം. അപ്പൊ ആർക്കും അത് ഇഷ്ടപ്പെടും, ഏത് ഷുഗർകാർക്കും അത് കുടിക്കാൻ കഴിയും. പിന്നെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇന്ന് സാധാ ചായ കുടിക്കുന്ന ആളുകൾക്ക് ഒരു ചായ കുടിക്കുന്നെങ്കിൽ 2 രൂപ 2.50 മുതൽ മുടക്ക് വരും. അതേ പേയ്മെന്റ് തന്നെ ഈ ചായ കുടിക്കാൻ കഴിയും. നല്ലൊരു ചായപ്പൊടിക്ക് 350 രൂപ 400 രൂപ കൊടുക്കണം മാർക്കറ്റിൽ. അതിന് 6 ഗ്രാം 5 ഗ്രാം പഞ്ചസാരയും വേണം. ആ രണ്ടിന്റെ പേയ്മെന്റും കൂടി കൂട്ടി കഴിയുമ്പോൾ ഇത് ലാഭമാണ്. ഇത് ലാഭമാണ്. ഇതില് മധുരത്തിന്റെ ആവശ്യമില്ല, പഞ്ചസാരന്റെ പൈസ മുടക്കണ്ടെന്ന് അർത്ഥം. അത് ഇൻബിൽട്ട് ആയിട്ട് പഞ്ചസാര വരുന്ന സാധനം ആയതുകൊണ്ട് ഈ ഒരു സാധനം ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന 15ഓളം ഐറ്റംസ് സാധനം നിങ്ങൾ വേൾഡ് വൈഡ് നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു കൊടുക്കും. എവിടെ വേണമെങ്കിലും കൊറിയർ അയച്ചു. അഥവാ ഇത് നോക്കിയേ, പിന്നെ മിക്സഡ് ലീഫ് എന്ന് പറയുന്നത് സെയ്ദിഖാന്റെ ഓൺ പ്രോഡക്റ്റ് ആട്ടോ. സംഭവം ഇത് പുറത്തുനിന്നല്ല, സെയ്ദിഖ് നിങ്ങൾ തന്നെയല്ലേ ഇതിന്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ അല്ല. ഈ 15ഓളം ഐറ്റം സെയ്ദിഖ് മിക്സ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് വിശ്വസിച്ച് വാങ്ങാവുന്ന, കാരണം യാതൊരു പിന്നെ മായോ ഒന്നും ചേർക്കാത്ത സംഭവങ്ങളാണ് ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ. നോക്കി, ഈ ഒരു ഷോപ്പ് കംപ്ലീറ്റ് അത് തന്നെയാണ്. സെയ്ദിഖ് അതിലൊരു സ്പെഷ്യലൈസ് ചെയ്ത ആളാണ്. കാരണം ഈ ചായനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്ത് അല്ലേ, പല സ്ഥലങ്ങളിലും പോയിട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ചതിയിൽ പെട്ടിട്ടുണ്ട് ചായ കച്ചവടം ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ ഇതൊരു വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഇപ്പൊ ഒരു പ്രത്യേക സമയം കൂടിയാണ്. കാരണം എല്ലാവരും ചായയുടെ ഒരു ലോകത്താണ്. ചായ ഇപ്പൊ ഒരു വൈബായി മാറിയിരിക്കുകയാണ്. ചായ കുടിക്കാൻ കിലോമീറ്ററുകളോളം ഇപ്പൊ നമ്മളൊക്കെ, ഞാനൊക്കെ മണ്ണാർക്കാട് നിന്ന് കോയമ്പത്തൂർ ചായ കുടിക്കാൻ പോയിരുന്ന മനുഷ്യനാണ്. അതൊരു രസമാണ് ആ ഒരു ട്രാവലിങ്ങും ചായയൊക്കെ. അപ്പോൾ സെയ്ദിഖാന്റെ ഷോപ്പിൽ വ്യത്യസ്തമായ നോക്കി ഒരുപാട്, അതിലുപരി ഒരുപാട് സ്പൈസസ് കിട്ടും, നല്ല ഒറിജിനൽ ആയിട്ട്. ഈ ഒരു സ്പൈസസ് ഒക്കെ വരുന്നത് പുറത്തുനിന്നാണ്? ഇവിടെ വയനാട് തേനുണ്ട്, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ മുമ്പ് വേറെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ശംഖുപുഷ്പം. അതിന്റെ പിന്നെ സാധനമൊക്കെ. ഈ ശംഖുപുഷ്പം ഇവിടുന്ന സെയ്ദിഖ് വരുന്നത്? ഇത് വയനാട്. അതും വയനാടാ? ശംഖുപുഷ്പം, അതേപോലെ തന്നെ ചെമ്പരത്തി, ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്പൈസസ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത അടിപൊളി നല്ല രുചിയുള്ള നല്ല അടിപൊളി ചായകൾ. ഇങ്ങനെയൊക്കെയാണ് സെയ്ദിഖാന്റെ പിന്നെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത. ഇതെന്താ സംഭവം? ഇത് വേറെ കമ്പനീന്റെ ഓരോരോ ചായയാണ്. മിക്സഡ് വരുന്നല്ലേ? ഇത് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നമ്മളെ പ്രൊഡക്റ്റ് എത്രത്തോളം മൂല്യമുണ്ട്, എത്രത്തോളം എന്താണ് കൂടിയിട്ടാണ് ഈ സാധനം സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നിയത് എന്താ അറിയാം, നിങ്ങളെ ഈ ഒരു കച്ചവടത്തിൽ വ്യത്യസ്തത തോന്നിയത്, ഒരാൾ വന്നിട്ട് ഉദാഹരണത്തിന് ഞാൻ വന്നിട്ട് ഒരു ഏലക്ക ചായ കുടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ചായ കുടിക്കുകയാണ്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് സാധനം വാങ്ങിയാൽ മതി എന്നുള്ളതാണ് എനിക്ക് ഇതിലൊരു വ്യത്യസ്തത തോന്നി. നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇവിടെ? ഇത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ. കൊണ്ടോട്ടിയിൽ നിന്ന് വരുമ്പോൾ കറക്റ്റ് പറഞ്ഞാല് എടവണ്ണപ്പാറ റോഡിന് വന്നിട്ട് മുതുവല്ലൂർ പറഞ്ഞൊരു സ്ഥലം, മുതുവല്ലൂർ ടൗണിക്ക് എത്തിന്റെ തൊട്ട് മുമ്പ് തന്നെയാണ് അല്ലേ? എന്തായാലും വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സെയ്ദിഖാന്റെ നമ്പർ താഴെ ഉണ്ട്, അതേപോലെ തന്നെ കമന്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിച്ചിട്ട് വരാം കേട്ടോ. പിന്നെ ടീ പൗഡർ, സാധാ ചായകളുണ്ട്. ഓക്കെ, സാധാ ഒരു മിക്സിംഗും ഇല്ലാത്ത ചായ, ഒരു സാധാ നോർമൽ ചായ കേട്ടോ. ചാക്ക് കണക്കിന് സാധനങ്ങൾ ഇവിടെ സെയ്ദിഖ് ഇവിടെ കൊടുന്ന് റോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2 അല്ല, ചെറിയ എന്താ പറയാ ഉടായ്പ പാക്കറ്റുകൾ നോക്കിയേ, കിൻഡൽ കണക്കിന് സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ വ്യത്യസ്തമായ പാക്കിംഗ് ആണോ സെയ്ദിഖ്? അതൊക്കെ എങ്ങനെ സംഭവങ്ങൾ? അതൊക്കെ പ്രീമിയം ക്വാളിറ്റി ചായപ്പൊടിയാണ്, വലിയ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്, ക്വാളിറ്റി കൂടിയത്. എന്നാലും കടകളിൽ നിന്ന് വാങ്ങുന്നതിലും കുറെ വില കുറച്ച് കൊടുക്കാൻ പറ്റൂല്ലേ? നല്ല പ്രീമിയം പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അഥവാ നല്ല ലെവലില് പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് നമ്മൾ സാധനം സെയിൽ ചെയ്യണം. ശരി. അപ്പോൾ സെയ്ദിഖ്, ഇവിടെ ഒരു കസ്റ്റമർ വന്നാലേ നമ്മൾ എത്ര ഗ്രാം മുതൽ കസ്റ്റമറിന് ഇത് കൊടുക്കാൻ പറ്റും? 100 ഗ്രാം മുതൽ നമുക്ക് കൊടുക്കാം, ഷോപ്പിൽ നിന്ന് കൊടുക്കാൻ പറ്റും. പുറത്തൊക്കെ നമ്മൾ ഓൺലൈൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 250 മുതൽ മേലോട്ട് എത്ര വേണമെങ്കിലും കൊറിയറും അയച്ചു കൊടുക്കാൻ പറ്റും. ചായ പൊടി മാത്രമല്ല കേട്ടോ, നോക്കി നമ്മുടെ പിന്നെ ടീ ബാഗും ഉണ്ട്. നോക്കി, സെയിം കമ്പനിയാണ്, മിക്സഡ് ലീഫ് എന്ന് പറയുമ്പോൾ ഓൺ ബ്രാൻഡിന്റെ ടീ ബാഗും ഉണ്ട്. അപ്പോൾ ഓഫീസ് യൂസേജിനൊക്കെ പറ്റിയ എല്ലാ ഫ്ലേവറിലും അല്ലേ ശരിക്കും? എല്ലാ ഫ്ലേവറിലുള്ള ടീ ബാഗ്. ഓക്കെ, എല്ലാ ഫ്ലേവറിലുള്ള ടീ, പിന്നെ പൊടി മാത്രമല്ല ടീ ബാഗും ഇതേപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. വേൾഡ് വൈഡ് നിങ്ങളുടെ കയ്യിലേക്ക് സാധനം എത്തിക്കാനുള്ള എല്ലാ സൗകര്യവും സെയ്ദിഖാന്റെ കയ്യിലുണ്ട്. സെയ്ദിഖാന്റെ നമ്പർ താഴെ സ്ക്രീനിൽ കാണാം. അതേപോലെ തന്നെ ആവശ്യക്കാർക്ക് കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം, അത് എടുത്തിട്ട് വിളിക്കാം. അപ്പോൾ സെയ്ദിഖ് വേറെ ഒന്നും പറയാനല്ലോ?
ഇനി വേറെ ഒരു വിഷയം കൂടിയുണ്ട്. ആ നമ്മൾ തേൻനെല്ലിക്ക ഉണ്ട്, തേനെല്ലിക്ക. ഓക്കെ ഓക്കെ. അത് ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ആർക്ക് വേണമെങ്കിലും ഹോൾസെയിലായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, താഴെ നമ്പർ ഉണ്ട്, സ്ക്രീനിൽ നമ്പർ ഉണ്ട്, വിളിക്കാം. ആവശ്യക്കാർക്ക് എവിടെ വേണമെങ്കിലും സാധനം എത്തിച്ചേരും. ഇനി വേറൊന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. ഒരു ബൈ പറഞ്ഞോളൂ എല്ലാവരോടും. ഓക്കെ ബൈ.